സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയത്തെ BCM വുമൻസ് കോളേജിലാണ്. തനിക്കറിയോ വക്കീൽ പണിയിലും പൊന്നപ്പനും പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഇങ്ങനെ ചെത്തണത്? എന്റെ തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ. പോട്ടെ, താങ്കൾ എങ്ങനെ അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത. അപ്പൊ തനിക്കത് തല്ലണല്ലേ? തല്ലണോ? അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്ന് അറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാൻ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. അപ്പോൾ ഞാനിന്ന് കോട്ടയം BCM വുമൻസ് കോളേജിലാണ്. വളരെ ബ്യൂട്ടിഫുള്ളും ഇൻ്റലിജൻറ്റും ബ്രില്യൻറ്റുമായിട്ടുള്ള കുട്ടികളുടെ ഇടയിലാണ്. അപ്പോൾ അവർ ഒരുപാട് കലാവിരുതുകൾ, ഡാൻസ് ഉണ്ടാകും, പാട്ടുണ്ടാകും, കൂടാതെ അഭിനയമുണ്ടാകും എന്ന് വേണ്ട അവർ ഫുൾ പാക്ഡായിട്ട് ഫുൾ എനർജി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഒരാളെ വേദിയിലേക്ക് വിളിക്കാം. ശ്രീദേവി. എവിടെ, നാടെവിടെയാണ്? ഞാൻ കോട്ടയം തന്നെയാണ്. റെഡി, ആക്ഷൻ. ഡോ, തനിക്കറിയോ ഈ പണിയില്ലെങ്കിൽ എനിക്ക് ഈ പൊന്നപ്പന് പുല്ല. നന്നായിട്ടുണ്ട്. വേറൊരു പണിയുണ്ട്. എന്താണ്? കൽപ്പണി. കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇതിങ്ങനെ ചെത്തണേ. കൽപ്പണി ഇങ്ങനെ ഇങ്ങനെയാണോ? അത് ഇടിക്കല്ലേ? ഞാൻ ഇടിക്കുകയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? ഞാനും എന്റെ അച്ഛനും കൽപ്പണി എടുത്താടോ ഈ വക്കീല് ആയത്. കഷ്ടകാലത്തിന് തന്റെ അസിസ്റ്റന്റ് ആവാനും ജൂനിയർ ആയി പോയി. എന്തെങ്കിലും ഒരു ദിവസം കോടതിയിൽ കയറി യെസ് യുവർ ഓണർ എന്നെങ്കിലും പറയാനുള്ള അവസരം താൻ തന്നിട്ടുണ്ടോ? ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? സാറെങ്കിലും അത് പറയണോന്ന് ഓർത്തിട്ടാണ് ഞാൻ രണ്ടുപേരെ ഏർപ്പെടുത്തിയത്. എന്നിട്ട് തനിക്ക് തല്ലണോന്നല്ലേ? തല്ലടോ, തല്ല്. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. സത്യത്തിൽ സാറിനോടുള്ള സ്നേഹം കൊണ്ട് ഒരാളെ കൊന്നിട്ട് ഒരു കേസിലെ പ്രതിയാകാൻ വരെ ഞാൻ റെഡിയാ. പക്ഷെ സാറ് വാദിച്ചാൽ ആ കേസിൽ എനിക്ക് തൂക്കുകയർ ഉറപ്പാ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്. സോറി സാർ. അങ്ങനല്ലല്ലോ, അതൊരു പാട്ട് രീതിയിലല്ലേ? സോറി സാറേ, 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 തേരോട്ടം. യെസ്. എന്താണ് മോളുടെ പേര്? ഗൗരി. ഏത് ക്ലാസ്സിലാണ്? ഞാൻ 3rd EC കെമിസ്ട്രി. എവിടെ, നാട് എവിടെയാണ്? പള്ളിക്കത്തോട്, കോട്ടയത്ത്. റെഡി, ആക്ഷൻ. ഡോ, തനിക്കറിയാവോ വക്കീല് പണി ഇല്ലേലും ഈ പൊന്നപ്പന് പുല്ലാടാ, പുല്ല്. എനിക്കറിയാവുന്ന വേറൊരു പണിയുണ്ട്, കൽപ്പണി. കല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ടുള്ള പരിപാടി. തനിക്കറിയാവോളോ അത്? പിന്നെ ഞാനും എന്റെ അച്ഛനും കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാണോ ജീവിക്കുന്നത്. വക്കീൽ പണിക്ക് പഠിച്ചു. അതെ, അപ്പൊ പഠിച്ച് വക്കീലായത്. കഷ്ടകാലത്തിന് ഗുളിയം പിടിക്കാനായിട്ടാ ഇവിടെ വന്ന്. ഗുളിയം പിടിക്കാനോ? പണ്ടാര
എന്റെ അയ്യോ പണ്ടാറങ്ങടേ. എന്നെങ്കിലും ഒരിക്കലും കോടതി കയറിയിട്ട് യെസ് യുവർ ഓണർ എന്ന് പറയാൻ താൻ ഒരു അവസരം എനിക്ക് തന്നിട്ടുണ്ടോ? അതെങ്കിലും വേണ്ട. താൻ അങ്ങനെ ഒന്ന് പറയുന്ന കേൾക്കാൻ വേണ്ടിയാ ആ കക്ഷിയെ ഞാൻ എങ്ങനെയൊക്കെയോ ക്യാൻവാസ് ചെയ്തത്. ഇപ്പൊ തനിക്ക് എന്നെ തല്ലണോ? അല്ലടോ, തല്ലടോ. സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സാറ് വാദിച്ച അതിൻ്റെ അകത്ത് എനിക്ക് തൂക്കുകയർ ഉറപ്പാ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. നന്ദി. നീഹ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ട് കോളേജ്? അടിപൊളി. ഏതിനാ പഠിക്കുന്നത്? BSc കെമിസ്ട്രി തേർഡ് ഇയറാ. നാട്? തലയിലപ്പുറമ്പ്. അപ്പം നമുക്ക് തുടങ്ങിയല്ലോ. റെഡിയല്ലേ? ക്യാമറ റെഡിയല്ലേ? റെഡി? ഡോ, തനിക്കറിയാവോ ഈ വക്കീൽ പണിക്ക് എനിക്ക് പുല്ല. ഇതെന്ത് ജീവൻ എന്റെ ഈശ്വര. എനിക്കറിയാം വേറൊരു പണിയാണോ, കൽപ്പണി. താൻ കണ്ടിട്ടുണ്ടോ ഈ കല്ലൊക്കെ ഇങ്ങനെ ചെത്തണത്? ഞാനും എൻ്റെ അച്ഛനും കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടുള്ള ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിൽ പണ്ടാറടങ്ങാനായിട്ട് തന്നെ ജൂനിയറായിട്ട് എന്തെങ്കിലും ഒരു മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. ജൂനിയർ ആകാൻ എന്റെ വിധി. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് വക്കീലാവാൻ പറ്റുമെന്നോ? കോട്ടക്കെട്ട് കണ്ടില്ലേ? കോട്ടയ്ക്കുണ്ട്, പക്ഷേ വിശ്വാസം ഇല്ലേ? ഒറ്റ മിനിറ്റ്. എന്തെങ്കിലും താനത് താനെങ്കിലും അത് പറയും. എന്തെങ്കിലും താനെങ്കിലും പറയും. പോയി ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്തെങ്കിലും ഇല്ല, താനെങ്കിലും. ഷോ മതി. താനെങ്കിലും താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? താനെങ്കിലും അത് പറയാനുള്ള ആഗ്രഹം കൊണ്ടാണോ ഞാൻ കക്ഷി ക്യാൻവാസ് ചെയ്ത്. തനിക്കാണ് തല്ലടോ. പിന്നെന്തേനോ? സത്യത്തിൽ ഞാന് സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനല്ലേ? ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. പക്ഷെ സാറ് വരച്ചാൽ കൊലക്കയർ ഉറപ്പാ. അത്രേ ഉള്ളൂ. ഓക്കെ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി വർക്കിച്ച ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്നും ഊരിപ്പോയെന്ന്. ഇപ്പോൾ ശരിയാക്കി തരാം. പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ഒരു ചിന്ന ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഇപ്പോൾ ശരിയാക്കി തരാം. പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. വരൂ സഞ്ജന, വരൂ. സഞ്ജനയെ കുറിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര, അതായത് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഒരു മടുപ്പാണ്, ഒരുപാട് പ്രതീക്ഷയാണ്. സഞ്ജന സുഖല്ലേ? നാട് എവിടെയാണ്? തിരുനക്കര, ഇവിടെ അടുത്ത. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BCom ഫസ്റ്റ് ഇയർ. റെഡി, ആക്ഷൻ. ഡോ, തനിക്കറിയോ വക്കീൽ പണി അറിയില്ലെങ്കിലും ഈ പൊന്നപ്പന് പുല്ല. എനിക്കറിയുന്ന വേറൊരു പണിയുണ്ടോ, കൽപ്പണി. ദേ കണ്ടിട്ടില്ലേ, കല്ലൊക്കെ എടുത്ത് ദിങ്ങനെ ചെത്തണത്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. തനിക്കറിയോ, ഞാനും എൻ്റെ അച്ഛനും കഷ്ടപ്പെട്ട് കൽപ്പണിയെടുത്താണ് ഞാനൊരു വക്കീലായത്. കുഴപ്പമില്ല, അടിപൊളി ആക്ടിങ്. എന്നും ശ്രദ്ധിക്കുക, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അടലടകവും പൂത്ത ഉലഞ്ഞിട മടലും നിന്റെ വേണുനാഗവള്ളിയും തോർത്തിക്കൊണ്ടേയിരിക്കും. കഷ്ടകാലത്തിന് തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നിട്ട് താൻ എന്നെ കൊണ്ട് യെസ് യുവർ ഓണർ എപ്പോഴേലും പറയിപ്പിച്ചിട്ടുണ്ടോടോ? യെസ് യുവർ ഓണർ.
ദാറ്റ്സ് ഓൾ. താനെങ്കിലും അത് പറയാനുള്ള ഒരു കൊതി കൊണ്ടാ ഞാനൊരു കക്ഷിയെ ക്യാൻവാസ് ചെയ്തത്. തനിക്കിപ്പോ എന്നെ തല്ലണോടോ? സത്യത്തിൽ സാറിന് ഒരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാ. പക്ഷെ സാറ് വാദിച്ചാ ഞാൻ ജയിലിൽ കിടക്കുമെന്ന് അല്ലേ? തൂക്കുകയറ് കിട്ടുമെന്നാണ് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പാട്ട് പാടും. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം കടമിഴിയിൽ കമലദാളം കവിളിണയിൽ സിന്ദൂരം. എന്റെ പേര് റിന്റു. അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BA എക്കണോമിക്സ് 3rd ഇയർ. നാട് എവിടെയാണ്? എന്റെ വീട് എരുമേലി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി, ആക്ഷൻ. ഡോ, തനിക്കറിയോ വക്കീൽ പണി ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു പണി അറിയാടോ, കൽപ്പണി. ദേ ഇങ്ങനെ ചെത്തി 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 എടുക്കുന്ന പരിപാടി. ഓക്കെ, ബാക്കി പറയണോ? ഞാനും എൻ്റെ അച്ഛനും കൂടെ കഷ്ടപ്പെട്ടാടോ ഞാൻ വക്കീലായത്. എന്നിട്ട് എൻ്റെ കഷ്ടകാലത്ത് ഞാൻ തൻ്റെ ജൂനിയർ ആയിപ്പോയി പണ്ടാരടങ്ങാനായിട്ട്. എന്നെങ്കിലും ഒരു ദിവസം ആ കോടതി കയറി യെസ് യുവർ ഓണർ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടോ. പക്ഷെ തൻ്റെ ജൂനിയർ ആണ്, അതുപോലും പറ്റിയില്ല. താനെങ്കിലും പറഞ്ഞ് കേൾക്കാനുള്ള കൊതിയുണ്ടാടോ ഞാൻ ആ കക്ഷിയെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നിട്ട് തനിക്കിനെ അടിക്കണല്ലേ? റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഒരാളെ കൊന്നിട്ടാണെങ്കിലും സാറ് കേസ് വാദിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാറ് വാദിച്ച എനിക്ക് തൂക്കേർ ഉറപ്പായതുകൊണ്ടാണ് ഞാൻ അതിന് പോവാത്തത്. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ. തേരോട്ടം രക്ഷപ്പെടാനുള്ള പരിപാടിയാന്ന് മനസ്സിലായി. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയിമാണ്. ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഐല എന്നൊക്കെ പേരിടുന്നത്. അതിന് ആ കുട്ടി ഐല ചേച്ചി എന്നാണ് വിളിച്ചത്, എയ്ന. അപ്പൊ എയ്ന ചേച്ചി വളരെ മനോഹരമായ പേരാണ്. എയ്നയുടെ അർത്ഥം എന്താണ്? ബ്യൂട്ടിഫുൾ ഐ. വാവ്. എന്താ പേര്? മീന. എന്താ കഴിച്ചെന്നല്ല ചോദിച്ചത്, എന്റെ പേരാ പറഞ്ഞത്, മീന. ഡോ, വക്കീൽ പണി ഇല്ലെങ്കിലും എനിക്ക് പുല്ലാടോ. എനിക്കെന്നാ എനിക്ക് വേറൊരു പണി അറിയാടോ. എന്താണ്? കൽപ്പണി. ഇതിങ്ങനെ ചെയ്യണേ, അല്ല ചെത്തണ സാധനം. കൽപ്പണി ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ ഒരു വക്കീലായത്. കഷ്ടകാലത്തിന് ഞാൻ തന്റെ ജൂനിയർ ആയിട്ടാണ് വന്നത്. താൻ ഇന്നേ വരെയെങ്കിലും ആ കോട്ടയിൽ കയറിയെന്ന് എന്താണ് എക്സ്യൂവിയോ? യുവർ ഓണർ എന്ന് പറയാൻ സമ്മതിച്ചിട്ടുണ്ടോ? ചേട്ടാ ഇത് കൊട്ട. യുവർ ഓണർ എന്ന് പറയാൻ സമ്മതിച്ചിട്ടുണ്ടോ? ബ്ലൂ ബൾബ്, റെഡ് ബൾബ് എന്ന് പറയാം. അല്ല, ആ ടങ് ടെസ്റ്റ് എന്ന് പറയാൻ നമുക്ക് ബ്രെയിനെ കൊണ്ട് അത് ഇത് പഠിപ്പിക്കുകയാണ് വാക്കുകളെ. എനിക്ക് നെർവസ് ആയിട്ടേ ഒന്നും വരുന്നില്ല. എന്തിനാ നെർവസ് ആവുന്ന? ഇവിടെ ഇത്രയും പാവങ്ങൾ അതൊക്കെ കണ്ടോ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാനൊക്കെ വെറും പാവമാണ്. ഇഷ്ടമെന്ന് കാണിച്ചാൽ ഞാൻ പേടിച്ചോടും. അങ്ങനത്തെ ഒരു വ്യക്തി ഞാൻ. എന്ത് പേടിക്കണം നമ്മള്? കേറിപ്പോ കളറു പാട്ട് പാടിക്കാം, ലാസ്റ്റ് പാടിക്കാം. ഓക്കെ. താരുണ്യമേഘങ്ങൾ തഴുകുന്നുവോ, കനവായി പൊഴിയുന്നുവോ, നീ എൻ സിരയാവണം, പ്രേമം നിണവാവണം, വർണ്ണ പൂമ്പാറ്റകൾ പോലെ നാം പാരണം, വീണ്ടും ജന്മങ്ങളിൽ നീ എൻ ഇണയാവണം, നിന്റെ ഇടനെഞ്ചിൻ കൂട്ടിൽ ഞാൻ കിളിയാവണം. താങ്ക് യു. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ, സമയങ്ങളല്ലേ. എന്താ മോളുടെ പേര്? കീർത്തി. കീർത്തി അയാളെ ക്യാമറ നോക്കി പറയണം, നല്ല ഓഡിയൻസ് ജനങ്ങൾ കാണുള്ളൂ കേട്ടോ. അപ്പോൾ കീർത്തി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BCom ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ?
റെഡി ആക്ഷൻ. ഡോ ഈ വക്കീൽ പണി ഇല്ലെങ്കിലും പൊന്നപ്പന് പുല്ലാടാ. എനിക്ക് വേറൊരു പണി അറിയാം, കൽപ്പണി. ഇത് തനിക്കറിയാവോ? കല്ലൊക്കെ എടുത്ത് ഇതിങ്ങനെ ചെത്തണത്. ഞാനും എൻ്റെ അച്ഛനെ കൽപ്പണി എടുത്തിട്ടാടാ ഞാൻ വക്കീലായത്. താൻ എന്തെങ്കിലും എന്നെ കോടതിയിൽ കയറ്റി SCR ആണെന്ന് പറഞ്ഞിപ്പിച്ചിട്ടുണ്ടോ? താനെങ്കിലും അത് പറയണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണോ ആ കക്ഷികളെ ഞാൻ ക്യാൻവാസ് ചെയ്തത്? അതെ, ആ രണ്ട് കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. തനിക്കപ്പ എന്നെ തല്ലണോടെ തല്ല്. ഇവനാളൊരു സകല എന്തോടാ അത്? വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാനെങ്കിൽ ഒരാളെ കൊല്ലാനെങ്കിലും എനിക്ക് തയ്യാറാ. പക്ഷെ ആ കേസ് സാറ് വാദിച്ച വയസ്സാങ്കാലത്ത് നാടാവില്ലടോ. എനിക്ക് കൊലക്കയറി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. ആള് ഭയങ്കര ചിരിക്കുടുകയാണ്. ഒരാളെ തൂക്കിക്കൊല്ലുന്നൊക്കെ പറയുന്നത് വളരെ ചിരിച്ച് തമാശയായിട്ടാണ്. യെസ്, കറക്റ്റ് പേരെന്താണ്? അരുണിമ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BCom ഫസ്റ്റ് ഇയർ. റെഡി 1 2 3 സ്റ്റാർട്ട് ആക്ഷൻ. ഡോ തനിക്കറിയോ വക്കീൽ പണി അറിയില്ലെങ്കിലും പൊന്നപ്പന് പുല്ല. ഇനി ഇത്ര ദുഃഖം എന്തിനാ? ഇത് ഒരാളുടെ ദേഷ്യത്തോടെ നമ്മളൊന്ന് പറയുകയാണ്. പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാ. കണ്ടിട്ടുണ്ടോ ഈ കല്ല് കൊണ്ടൊക്കെ ഇതിങ്ങനെ ചെക്കണത്? ഇങ്ങനെ ബാലു, ഇങ്ങനെ ബാലു. ഞാനും എൻ്റെ അച്ഛനും കൽപ്പണി കഷ്ടപ്പെട്ടു. നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ? ഹരം കൊള്ളിക്കുമല്ലേ? അല്ല, അതിപ്പോ എന്തെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി SCR ഓണർന്ന് പറയുമെന്ന് വിചാരിച്ചു. ഇനി അതല്ലെങ്കിൽ താനെങ്കിലും ഈ കോടതി തല്ലടോ, തല്ലാനാണോ? തല്ലാണോ? എന്ത് തല്ലുമാലയോ ഇത്? ഏത് പകല് മുഴുവൻ പണി കേട്ട് ഭക്ഷണ കാശിന് കല്ല് മടിച്ച് ഈ അവല് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ടോ, ഈ അവല് വെള്ളത്തിലാക്കല്ല വെള്ളായിട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു കുലക്കുറ്റം ചെയ്യാനും തയ്യാറാണ്. പക്ഷേ സാറിന് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തൂക്കുകയറിൽ പോകുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് അറിയാം. പുതിയ പുതിയ വേർഡ്സ് ആണ് കേട്ടോ. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ് ഇത് അഭിനയിക്കാനൊന്നും ഈ സുഗുണം മൂത്ത് കിട്ടില്ല. മൊത്തം പൊളിക്കേണ്ടി വരും. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. ഓക്കേ ഓക്കേ ഗുഡ്. മറീന, എന്തോ എന്താണ്, ഹാപ്പി അല്ലേ? ഓർത്തിട്ടൊക്കെയാണ് പറയുന്നത്. എവിടെയാണ് മറീനയുടെ നാട്? ഇടുക്കി. ഇടുക്കിയിലാണ്. ഇടുക്കി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ? റെഡി ആക്ഷൻ. തനിക്കറിയാമോ? ക്യാമറയോടൊക്കെ ചോദിക്കുന്നത് എന്തുവാ നീ പറയുന്നത്? ഞാൻ പറയാം. ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? അത് വാഴയാ മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? തനിക്കറിയാമോ? വക്കീൽപ്പടി അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിലും ഒന്നും കൂടെ പറയാം. എവിടെയാ മന്ദബുദ്ധി? ഇനി ട്രെയിനിങ് തുടരാം. തനിക്കറിയാമോ? വക്കീൽപ്പണി ഇല്ലെങ്കിലും പൊന്നപ്പന് പുല്ലാടോ. കഥകളിയൊക്കെ അറിയാല്ലേ? ഭയങ്കര ആക്ഷൻ കേട്ടോ പുരിയം കൊണ്ട്. നോക്കട്ടെ, ഒന്നുകൂടെ കാണിച്ച ഒരു ക്ലോസ് ഇട്ടായിരുന്നു അതിന്റെ. ഒന്നുകൂടെ കാണിച്ചു, ഒരു ക്ലോസ് എടുക്കട്ടെ നോക്കട്ടെ. അതെങ്ങനെ പഠിച്ചു അത്? തനിക്കറിയാമോ?
കല്ലിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അറിയാമോടോ? ഞാനും എൻ്റെ അച്ഛനും ഞാനും എൻ്റെ അച്ഛനും കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാണോ ഞാൻ പഠിച്ച് വക്കീലായത്. കഷ്ടകാലത്തിൽ പണ്ടാരടങ്ങാനായിട്ട് തന്റെ ജൂനിയർ ആയിട്ട് വരാനായിരുന്നു എന്റെ വീതി. എന്തെങ്കിലും ഒരു ദിവസം താൻ കോടതി കയറ്റിയിരുന്നിട്ട് SC Your Honor എന്ന് പറയിപ്പിച്ചിട്ടുണ്ടോ? പോട്ടെ, താനെങ്കിലും അങ്ങനെ പറയാനുള്ള കൊതി കൊണ്ടാ, പറയുന്നത് കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ കൊണ്ടുവന്ന് ക്യാൻവാസ് ചെയ്യിപ്പിച്ചത്. ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് എന്നുവെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, ഇപ്പൊ താക്കോലോട് താക്കോലോ പറ. അല്ല, എനിക്കിത് തന്നെ വരണം. ശരി, ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് എന്നിട്ട് തനിക്കിപ്പോ എന്നെ തല്ലണല്ലേ? തല്ലടോ, തല്ലാൻ. വാക്ക് ഇത്രയും ഉറക്കെ പറഞ്ഞിട്ട് തല്ലുന്ന അനുഭവം വളരെ പതുക്കെ പറയുന്നു. അല്ല, അത് കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് എന്നെ തല്ലിയല്ലോ. ഇപ്പടി സിറിപ്പ് മുഴിക്കണേ കാറ്റ് പൊത്തി പക്ഷെ സാറ് വായിച്ചാൽ തൂക്കേറാവും. വാദിച്ചാൽ അതെനിക്ക് തൂക്കേറാവും. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ. തേരോട്ടം കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലി ചെല്ലി ചെല്ലി. ദേവിക, ഓക്കെ അല്ലേ? ഓഡിയൻസ് നോക്കി വേണം പറയാൻ. ഏത് ക്ലാസ്സിനാണ് ദേവിക പഠിക്കുന്നത്? ബികോം ഫസ്റ്റ് ഇയർ. നാട് എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. നമുക്ക് തുടങ്ങിയാലോ? റെഡി, ആക്ഷൻ. ഡോ, തനിക്കറിയോ ഈ വക്കീൽ പണി ഇല്ലേ? ഈ പൊന്നപ്പന് പുല്ലാടോ, പുല്ല്. എനിക്ക് വേറൊരു പണി അറിയാം, കൽപ്പണി. കണ്ടിട്ടില്ലേ ഇതിങ്ങനെ ചെത്തണത്? ഞാനും എൻ്റെ അച്ഛനും കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്താടോ ഞാൻ ഈ വക്കീല് പഠിച്ചത്. കഷ്ടകാലത്തിൽ പണ്ടാരടങ്ങാനായിട്ട് തൻ്റെ ജൂനിയർ ആവാനായിരുന്നു എൻ്റെ വിധി. എന്നിട്ട് താൻ എന്തെങ്കിലും ആ കോടതി കയറ്റി യെസ് യുവർ ഓണർ എന്ന് പറയാനുള്ള അവസരം താൻ എനിക്ക് തന്നിട്ടുണ്ടോടോ? അത് പോട്ടെ, താനെങ്കിലും ഒന്ന് പറയുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത്. എന്നിട്ട് ഇപ്പൊ തനിക്കെന്നെ തല്ലണമല്ലേ? തല്ലടോ, തല്ല്. സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷേ സാറ് വാദിച്ചാൽ അതെനിക്കൊരു കൊലക്കയറാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ. സൂപ്പറായിട്ട് പറഞ്ഞു, അടിപൊളി. എങ്ങനെയുണ്ട്? അപ്പോൾ വളരെ മനോഹരമായി തന്നെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കിതിൽ ഇനിയിപ്പോൾ പ്രൈസിൻ്റെ ഒരു സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പ്രൈസ് കൊടുക്കാനായി ഞാൻ വിളിക്കുന്നു ശ്രീദേവി. നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് നൽകുന്ന 25,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. കൺഗ്രാറ്റ്സ്. അടുത്തായി ഫ്രൂട്ടോജൻ നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റാണ്. ഇത് ഒറിജിനൽ ഫ്രൂട്ടിൽ നിന്നുള്ള പൾപ്പും ജ്യൂസും അടങ്ങിയ ഒരു കിറ്റാണ്. ഓക്കെ, വെൽക്കം. യെസ്, ഇനി നമുക്ക് വിളിക്കാം. നല്ല രീതിയിൽ വന്ന് ആക്ട് ചെയ്തു, സ്ക്രിപ്റ്റൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് വന്ന് ആക്ട് ചെയ്തൊരു കുട്ടിയാണ് ദേവിക. വളരെ ബോൾഡായിട്ട് നല്ല രസകരമായിട്ട് തന്നെ ആക്ട് ചെയ്തു. അദ്ദേഹത്തിനും നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. പിന്നെ മനസ്സിനും നാവിനും രുചിയേകുന്ന ലാ ക്രിസ്പോ കമ്മിങ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പിൻ്റെ വക ഒരു പാക്ക്. കൺഗ്രാറ്റ്സ്. ഇനി നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച കീർത്തിയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. കീർത്തിക്ക് ഒരു നൈസ് ഹാമ്പർ കിറ്റാണ് മറിയാസ് നാച്ചുറൽസ് നൽകുന്ന ഒരു ഹെർബൽ പ്രോഡക്റ്റാണ്. ഓക്കെ, ഹാപ്പി അല്ലേ? ഇനി ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു 25,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുണ്ട്. കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം സഞ്ജന. ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് എം പ്യുവർ പ്രൊഡക്റ്റാണ്. വളരെ സ്മൈലോടുകൂടി തന്നെ വാങ്ങണം. കൂടാതെ തന്നെ നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ 25,000 വരുന്ന ഗിഫ്റ്റ് വൗച്ചർ. കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം എയ്ന.
പ്രകൃതിയിലേക്ക് മടങ്ങൂ, ചർമ്മം സംരക്ഷിക്കൂ. ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റാണ്. എന്താണ് AM ഹെർബൽ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ പ്രകൃതിയിലേക്ക് അങ്ങ് മടങ്ങണം, നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കണം. അതിനുവേണ്ട എല്ലാ സാധനവും ഇതിലുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചർ. ഇനി നമുക്ക് വിളിക്കാം. ആരെയാണ്? അതാരാണത്? ആരാണ് അയാൾ? നീഹ. നീഹ ഞെട്ടിപ്പോയി കേട്ടോ. നീഹ ബയോഗ്രസ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റാണിത്. പിന്നെ ഒരു 25,000 റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് നമ്മളെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് നൽകുന്ന. എനിവേ, കൺഗ്രാറ്റ്സ്. യെസ്, അപ്പോൾ BCM കോളേജിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ ഈ കോളേജ് വിട്ടു പോകുന്നില്ല, കാരണം ഒരുപാട് കഴിവുള്ളവർ ഇനിയുമുണ്ട് അവിടെ, വെയിറ്റിംഗ് ആണ് ആ ഒരു ബാച്ച്. തൽക്കാലം നമുക്ക് ഇവിടെ പറയാം ഗുഡ് ബൈ.